ഹലോ ഹായ് മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മുടെ 8th-ലും 10th-ലും ടെക്സ്റ്റ് ബുക്ക് മാറിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും മാറിയിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ, എന്താണ് ഈ പുതിയ പാറ്റേൺ, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്, കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഞാനും പറഞ്ഞ മിസ്സും കൂടെ. സോ പറഞ്ഞ മിസ്സേ, ഐശ്വര്യമായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ SCERT ചൂടോടെ ഇങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് തന്നാ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോന്നുള്ളത് ചൂടോടെ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. യെസ്, ഫസ്റ്റ് ആദ്യത്തെ ഈ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന മക്കളെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ഏതെങ്കിലും ഒരു ലെസൺ, അതെ ഡെപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഹാഫ് എ ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രീംസ് റിയലൈസ് ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനകത്ത്, അല്ലെങ്കിൽ ടോയ്ലറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒരു പാരഗ്രാഫ് തരും, ഒരു പാസേജ് തരും. ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാറ്റങ്ങൾ എന്താ വെച്ചാൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ മാറ്റം എന്താ വെച്ചാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് MCQ അവിടെ കാണാം. MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നിങ്ങൾ കണ്ടോ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ലേ? ഇതാ ഇങ്ങനെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ നിങ്ങളെ സീനിയേഴ്സിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഓപ്ഷൻസിനകത്ത് പിക്ക് ചെയ്ത് എഴുതാനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവും. ഇങ്ങനത്തെ ഈ MCQs ഉണ്ടാവും. അതേപോലെ തന്നെ ഇതെങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ആദ്യം നിങ്ങൾ ഈ പാസേജ് വെറുതെ വായിച്ച് സമയം പോക്കരുത്. പിന്നെ കാരണം നമ്മൾ പഠിച്ച ലെസൺ ആണിത്, നമുക്ക് അറിയാവുന്ന ലെസൺ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഇത്രയും സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ആൻസേഴ്സ് ആ ഒരു പാസേജിന്റെ അകത്ത് പിക്ക് ഔട്ട് ചെയ്യുക. അതെങ്ങനെ പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനകത്ത് കുറച്ച് കീവേഡ്സ് ഉണ്ടാവും. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കണ്ടോ, ഗാന്ധിജി എഗ്രി ടു മീറ്റ് ചാപ്ലിൻ. അപ്പൊ ആ ഈ കീവേഡ്സ് നോട്ട് ചെയ്തിട്ട് നമ്മൾ അത് പാസേജ് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിലടക്കും. നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും, സമയം ലാഭിക്കാം. യെസ്, അപ്പം പാസേജ് വായിക്കേണ്ട ആവശ്യമില്ലാത്ത കുട്ടികൾ, നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഈ പാസേജ് വായിക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻസ് മാത്രം വായിക്കുക, അതിന്റെ ആൻസേഴ്സ് കൊടുക്കുക. ഇനി ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ആ പാസേജ് വായിക്കുക. നെക്സ്റ്റ്, ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ സംഗതി, ഇവിടെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡന്റിഫൈ ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എന്തുണ്ടാവും, ഒരു നൗൺ ഫ്രേസും ഒരു മാർക്കിന് ഒരു നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഉണ്ട്. ആ 5 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കൺഫേം ആയിട്ട് ഇതായിരിക്കും ഉണ്ടാവുക കേട്ടോ. യെസ്, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഒരു പോയം കോംപ്രഹെൻഷൻ ആണ്. പോയം കോംപ്രഹെൻഷൻ ഇപ്പോൾ കണ്ട പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പോയം ആവുന്ന സമയത്ത് അവിടെ കുറച്ച് പോയറ്റിക് ഡിവൈസുകളൊക്കെ ചോദിക്കില്ല, പോയറ്റിക് ഡിവൈസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോയമിന്റെ അകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന 1-2 സെന്റൻസിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. സോ ഇവിടെ നോക്കി, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി കഴിയും, ഒരു MCQ, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി. ഇതാണ് പ്രധാനമായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുള്ള ഒരു മാറ്റം. യെസ്, ഇതുവരെ നമുക്ക് MCQ ഇംഗ്ലീഷിൽ ഇല്ലായിരുന്നു, പക്ഷേ ഈ വർഷത്തേക്ക് MCQs വന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് കാണാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഈ അപ്രിസിയേഷൻ നോട്ട്. മക്കളെ, അപ്രിസിയേഷൻ നോട്ട് ഇല്ല, അത് കൺഫേം ആണ്. എന്തായാലും ചോദിക്കും. ഈ പ്രാവശ്യം നമ്മളോട് എത്ര പോയിന്റ് ചോദിക്കുന്നുണ്ട്? 2 പോയിന്റ്സ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നത്തിങ് ചോയ്സ് ആണ്. കാരണം സക്സസ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നില്ല. എന്നാൽ നമുക്ക് വേണമെങ്കിൽ സക്സസ് കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം, ഡിസ്കസ് ചെയ്യാം. അപ്രിസിയേഷൻ ഇല്ലേ, നിങ്ങൾക്ക് ഇനിയിപ്പോ റെഡിമെയ്ഡ് പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പോയമാണ് നത്തിങ് ചോയ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിന്റെ അകത്താണ് ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ നത്തിങ് ചോയ്സ് തന്നെയാണ്. സോ അതിന്റെ അകത്ത് ഈ ലൈൻസ് ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ലൈൻസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ലൈൻസ് വരാന്ന് പറയാൻ പറ്റില്ല. സോ എന്തെന്നായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ലൈൻസ് എത്രയാണോ അത്രയും ലൈൻസിന്റെ അപ്രിസിയേഷൻ മാത്രം എഴുതിയാൽ മതി. അല്ലാണ്ട് ഫുൾ പോയമിന്റെ അപ്രിസിയേഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്താണ്, വേറൊരു പാസേജ് തന്നിരിക്കുന്നു. പക്ഷെ ഈ പാസേജ് നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര പരിചയമുള്ളതല്ല. നേരത്തെ നമ്മൾ ചാപ്റ്ററിൽ തന്നെയുള്ള പാസേജ് ആണ്. ഇതിനാണ് നമ്മൾ അൺനോൺ പാസേജ് എന്ന് വിളിക്കുന്നത്. പക്ഷെ പേര് കേട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഇത് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആക്ച്വലി നേരത്തെ മിസ് പറഞ്ഞു തന്നിട്ടുള്ള ആ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. പക്ഷെ ഇവിടെ നോക്കുമ്പോഴേ ഈ ക്വസ്റ്റ്യൻ കുറച്ച് വലിപ്പമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഇവിടെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഈ 12th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ഇടാം. സിമ്പിൾ. പക്ഷെ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിടാ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, 4 ഓപ്ഷൻ തരുന്നു, അതിന്റെ താഴെ നോക്കിയേ പിന്നെയും 4 ഓപ്ഷൻ. ആ 4 ഓപ്ഷൻസ്, അതായത് ഈ കാണുന്ന 1, 2, 3, 4 എന്നുള്ള റോമൻ ന്യൂമറൽസ് കൊടുത്തിട്ടുള്ള ഈ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതിന്റെ അകത്താണ് നിങ്ങൾ ആൻസർ ചൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എങ്ങനെ വരാൻ അറിയാം, ഓൺലി C is correct, the cities were brown and untidy, the cities were dull and dirty, the cities were bright and golden. അപ്പൊ നമ്മൾ ഈ ഇത് വായിച്ചതിന് ശേഷമാണല്ലോ ആ പാസേജ് വായിക്കുക. പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് അതിന്റെ ആൻസർ എന്നുള്ളത്. ഇവിടെയാണ് നിങ്ങൾ നമ്മുടെ ശിവൻകുട്ടി മാമൻ പറഞ്ഞ പോലെ ബുദ്ധി ഉപയോഗിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു സംഗതി ഇവിടെയാണ് വരുന്നത്. അതായത് ഈ ABCDയിലല്ല, ഈ 1, 2, 3, 4ലാണ് നിങ്ങളുടെ ആൻസർ കിടക്കുന്നത്. സോ ഇത് മാറിപ്പോരുത് കേട്ടോ. ഈ ക്വസ്റ്റ്യനെ നല്ലോണം ഒന്ന് നോക്കി വെച്ച മക്കളെ, പുള്ളിക്കുത്തിട്ട് വെച്ച് നോക്കി വെച്ചോ. ഇത് കൺഫേം ആയിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല
രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാ നമ്മുടെ സ്റ്റാർ ഐറ്റംസ്, നമ്മുടെ ഡിസ്കോഴ്സസ് വരികയാണ്. ഡിസ്കോഴ്സസിൽ ഇനി ഇവിടെയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. കഴിഞ്ഞ വർഷം എങ്ങനെയാണെന്ന് വെച്ചാൽ 15 to 20 ക്വസ്റ്റ്യൻസ് വരും. അതിന്റെ അകത്ത് ഏതെങ്കിലും 4 നിങ്ങൾ എഴുതാം, അല്ലെങ്കിൽ 3 എഴുതാം. ഇപ്രാവശ്യം അങ്ങനെയല്ലേ? ഇപ്രാവശ്യം ചെറിയൊരു വേർഡ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ ചെറിയ വേർഡ് എന്ന് പറയുന്നത് ഈ ഓറാണ്. അതായത് ഇപ്രാവശ്യം നമ്മൾ മിസ് പറഞ്ഞ പോലെ തന്നെ മുന്നേ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ 4 ഏതെങ്കിലും എഴുതിക്കോ എന്ന് പറയുന്ന പോലെയല്ല. ഇവിടെ എല്ലാ ചോദ്യങ്ങളും, ഒരുവിധം എല്ലാ ചോദ്യങ്ങൾക്കും ഒരു എ പാർട്ട് ഒരു ബി പാർട്ട് ഉണ്ട്. ഇതിലേതെങ്കിലും എഴുതിയാൽ മതി. എല്ലാ ചോദ്യത്തിലും ഒരുവിധം നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 15ാമത്തെ ചോദ്യത്തിലല്ലേ, ഒന്നെങ്കിൽ നമുക്ക് എ എഴുതാം, അല്ലെങ്കിൽ ബി എഴുതാം. രണ്ടും എഴുതിയിട്ട് നിങ്ങളുടെ സമയം കളയരുത്, നിങ്ങളുടെ മാർക്കും കളയരുത്. യെസ്, അതാണ് സമയം ലാഭിക്കാൻ കേട്ടോ. കാരണം മിക്കവാറും ആൾക്കാർ ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട. സാറ് പറഞ്ഞ പോലെ എന്ത് ചെയ്യും, രണ്ടും എഴുതി വെക്കും. മക്കളെ എക്സാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവില്ല പുറത്തെത്തിയിട്ട്, അപ്പൊ നോക്കുമ്പോഴായിരിക്കും അയ്യോ ഈ ചോദ്യം കണ്ടോ കണ്ടില്ല എന്നുള്ള ആ ഒരു സംഗതി വരരുത്. ഇപ്പോഴേ നോക്കി വെച്ചോ. ഈ ഓർ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ 15A എഴുതുക, അല്ലെങ്കിൽ 15B എഴുതുക, രണ്ടും കൂടെ എഴുതി വെക്കണ്ട. സോ ഇതിന്റെ അകത്ത് ഫസ്റ്റ് മക്കളെ നിങ്ങൾക്ക് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ 7 മാർക്കിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ ഒരു നാരറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ആണ്, അതും ഷോർട്ട് എസ്സേ. ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആക്കി വെക്കരുത്. 7 മാർക്കിന് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ അത്യാവശ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടി വരും. ഒരു പേജ് 1.5 പേജ് ഒക്കെ വേണ്ടി. 1.5 പേജല്ല, എനിക്കൊന്നും 7 മാർക്കിനാകുമ്പോ എനിക്കൊന്നും ശരിക്കും ഒരു ഫുൾ ഷീറ്റ് എഴുതി 2 സൈഡ് എഴുതി വെക്കണം. അതിൽ കൂടുതൽ എഴുതാൻ പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ, അത്ര ഷോർട്ട് ഒന്നും ഇല്ല. ഷോർട്ട് എസ്സേ, റിവ്യൂ, അതേപോലെ തന്നെ നാരറ്റീവ്, റൈറ്റപ്സ്, ഇതൊക്കെയാണ് നമ്മൾ 7 മാർക്കിന് പ്രതീക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് ഇനി നമ്മുടെ എത്രയാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വേറെ ഒരു അത്ര പരിചയമില്ലാത്ത ഒരു പുതിയ പുള്ളി വന്നിട്ടുണ്ട്, ഇവന്റ് ഇൻവിറ്റേഷൻ. പക്ഷെ ഇവൻ എന്ന് പറഞ്ഞാല് പരിചയമുള്ള തന്നെയാണ്. ആള് ചായ മാറി വന്നതാണ്. യെസ്, എന്താണ് നോട്ടീസിന്റെ പേര് മാറ്റി അവിടെ ഒന്ന് ജാങ്കോ ആക്കി, ഒന്ന് ഇവന്റ് ഇൻവിറ്റേഷൻ ആക്കി എന്നുള്ളൂ കേട്ടോ. വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പം എന്തെങ്കിലും ഒരു ഈ ഇവന്റ് ഇൻവിറ്റേഷൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ കൺഫേം ആയിട്ട് വെച്ചോ. അത് എവിടെന്നാ വരും അറിയാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. വേറെ അതിന്റെ ബി ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ്. സംഭവം ഇതാ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സാധനമൊന്നുമില്ല. ഈ ചിത്രം നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർക്ക് എന്തായാലും പരിചയം. സോ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചിട്ട് നമ്മളോട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കളറൊന്നും ഇല്ലെങ്കിലും ഇല്ലേ, ഇതുപോലത്തെ ഒരു ചിത്രം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ചിത്രം എന്തായാലും ഏതെങ്കിലും ആ സ്റ്റോറിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്നതായിരിക്കും അല്ലെ. അതിനെ കുറിച്ചിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് ആ ചിത്രം വരുന്നത്, ഏത് ചാപ്റ്റർ എന്നാണ് ആ ചിത്രം വരുന്നത് എന്നുള്ളതൊക്കെ, ഏത് ചാപ്റ്റർ ആണ് നമ്മുടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഏത് സാഹചര്യത്തിലാണ് ആ ചിത്രം വരുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒരൊറ്റ പാരഗ്രാഫ് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും 4 മാർക്ക്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നെക്സ്റ്റ് വരുന്നത്, അപ്പൊ കഴിഞ്ഞു കേട്ടോ, ആ ഓർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഇത് ബാക്കിയുള്ളൊക്കെ നമ്മൾ കൺഫേം ആയിട്ട് ഉറപ്പായിട്ട് എഴുതണം. 17ാമത്തത് 4 അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ്, അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള വിധം എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ വേറെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇമേജ് ആണ്, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, പ്രിപ്പയർ എ ഷോർട്ട് സ്റ്റോറി, ചെറു കഥ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ കഥാകൃത്തുകളും കഥാകാരികളും ഒക്കെ ആവാൻ വേണ്ടിയിട്ട് 4 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് വാക്കുകൾ എഴുതിയാൽ മതി കേട്ടോ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേ ഒരു ക്യാരക്ടർ സ്കെച്ചിന്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഓർ ക്വസ്റ്റ്യൻ കഴിയുന്നില്ല. ഇതാ 19ാമത്തെ AB എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ക്യാരക്ടർ സ്കെച്ച്, നമ്മുടെ ഹാഫ് എ ഡേയിലെ ആരുടെയാണ്, നെറേറ്റർ, ആ ബോയിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ക്യാരക്ടർ സ്കെച്ചിനകത്ത് എന്തൊക്കെയാണ്, അവന്റെ അപ്പിയറൻസ് അല്ലെ, ആ സ്കൂളിലേക്ക് ഫസ്റ്റ് പോകുന്ന സംഗതി തൊട്ടിട്ട് സ്കൂളിലേക്ക് എത്തുമ്പോഴുള്ള ചേഞ്ചസും അല്ലെ, ആ ഒരു പിന്നീട് സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ ഒരു കേസും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതാം. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, ഒരു ഇമെയിൽ ആണ്. യെസ്, ഇമെയിൽ എന്ന് പറയുന്ന ലെറ്റർ തന്നെയാണ്. അതിന് ജസ്റ്റ് നമ്മളൊരു ഡിജിറ്റൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ അവിടെ ഒരു മെയിൽ ID കൊടുക്കണം എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ലെറ്റർ തന്നെയാണ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. അവിടെ അത് ഏതിലാണ്, ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ആ ഇമെയിൽ. 6 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഇമെയിൽ എന്തായാലും നമ്മൾ അത്ര വലിച്ചു വാരി എഴുതൂല, പക്ഷെ എളുപ്പത്തിൽ നമുക്ക് 6 മാർക്ക് കിട്ടാം. എടാ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. 6 മാർക്കിന് കൂടുതലും 4 മാർക്കിന് ഒരുപാട് വലിച്ചു വാരി എഴുതരുത്. 4 മാർക്കിന് അതിന് ആവശ്യമുള്ള അത്ര എഴുതിയാൽ മതി. 6 മാർക്കിന് കുറച്ചും കൂടി കൂട്ടി എഴുതാൻ വേണ്ടി നോക്കുക. പിന്നെ ഇനിയും ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ് 20 AB. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്ന് എന്താണ്, ഒരു സ്പീച്ച് ആണ്. യെസ്, 2 സ്പീച്ച് തന്നെയാണ്. ഒന്ന് ഒരു മാർട്ടിയേഴ്സ് ഡേക്ക് അല്ലെ, January 30 നമ്മുടെ രക്തസാക്ഷി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രീംസ് റിയലൈസ്, ഗാന്ധിജിയുടെ ലെസൺ ആണല്ലോ, അതിനുമായിട്ട് ബേസ് ചെയ്തിട്ട് ഒരു സ്പീച്ചും. നെക്സ്റ്റ് ജനറൽ ക്വസ്റ്റ്യൻ ആണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേനെ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം എനിക്കൊന്ന് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, ഈ ഡ്രീംസ് റിയലൈസ്ഡ് പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ അത് ഈസി ആയിട്ട് എഴുതാവുന്നുള്ളൂ. അല്ലാത്തൊരു കുട്ടിക്കാണെങ്കിൽ ഇത്, അതായത് പഠിക്കാത്ത ഒരാൾക്കും എഴുതാന്നുള്ള രീതിക്കാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ അടുത്തത് നമ്മുടെ ഇത് കൺഫേം ആണ് കേട്ടോ, പ്രൊഫൈൽ ഉറപ്പായിട്ടും
ആരുടെ പ്രൊഫൈൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല, പക്ഷെ ആരുടെ ചോദിച്ചാലും നമുക്ക് പയറ്റാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ അതിന് പ്രൊപ്പോസിഷൻസ് പഠിച്ചാൽ മതി. ഓൺ, അറ്റ്, ഇന്നൊക്കെ എവിടേക്കാ എങ്ങനെയൊക്കെയാ ഫില്ല് ചെയ്യേണ്ടത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പാസ് ഡേ എഴുതണം അല്ലെ. ഒരാളുടെ അൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അൽമാ മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആൾ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്കൂളിലാണ് അൽമാ മാറ്റർ എന്ന് പറയാം. ചിലപ്പം അതായത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം ഇങ്ങനെ കണ്ടോ അൽമാ മാറ്റർ. അപ്പൊ ഇത് ചില കുട്ടികൾക്ക് അറിയുന്നതല്ല ഈ അൽമാ മാറ്റർ എന്താ സംഗതി എന്നുള്ളത്. എടാ എഡ്യൂക്കേഷൻ സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയാ പഠിച്ചെന്നുള്ളതാണ് ഈ അൽമാ മാറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. കണ്ടോ റോയൽ അക്കാഡമി ഓഫ് തുർക്കു ഇങ്ങനെയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അവിടുന്ന് എക്സാം ഹോളിൽ ഇത് ആദ്യമായിട്ട് കണ്ടിട്ട് പേടിച്ച് പോകാൻ നിൽക്കരുത്. നെക്സ്റ്റ് നമ്മുടെ ഇതാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ പറയാം. അതായത് നിങ്ങൾക്ക് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഇത് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് സെയിം ആണ്, പക്ഷെ അതിന്റെ അകത്തും ഇതേപോലെ തന്നെ MCQs വരാനുണ്ട്. ആ MCQ ആണ് കുറച്ച് ട്രിക്കി ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഡേറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലോക മഹാത്ഭുതങ്ങളെ കുറിച്ചിട്ടാണെന്ന് തോന്നുന്നു. അത് ഏത് ലൊക്കേഷൻ ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ചൂടോടെ ഞാൻ ഗ്രാമറിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അതാണ് നമ്മുടെ മെയിൻ വില്ലൻ. ഈ പ്രാവശ്യം നല്ല അത്യാവശ്യത്തിന് 20 മാർക്കിന് 20 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. നമുക്ക് ഒന്നും ഒഴിച്ചു വിടാൻ പറ്റൂല. എല്ലാം നമ്മൾ ധൈര്യപൂർവ്വം നേരിടാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും 2 ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും. പക്ഷെ 2 മാർക്കിന് അത് നമ്മൾ മാറ്റർ അല്ല. ഏത് ക്യാരക്ടർ എന്ന് ചോദിച്ചു എന്നുള്ളത് മാറ്ററേ ഇല്ല. പക്ഷെ 2 മാർക്കിന് നമ്മളോട് എന്തായാലും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. ഇനി പിന്നെ ചോദിക്കാൻ പോകുന്ന സാധനം റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, നാക്കുവിളിക്ക്. പിന്നെ എഡിറ്റിംഗിൽ നിന്ന് നമുക്കൊരു 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. സോ ഇവിടെ 6 തെറ്റുത്തരങ്ങളുണ്ട്. 6 തെറ്റുത്തരങ്ങൾ അല്ലെങ്കിൽ 6 ഇററുകളുണ്ട്. അപ്പൊ എല്ലാത്തിനും കൂടെ ആയിട്ട് നമുക്കൊരു 1/2 മാർക്ക് പിച്ചയായിട്ട് തരുന്നുണ്ട് കേട്ടോ. സോ അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ നമുക്കൊരു 3 മാർക്ക് കിട്ടും മിസ്സേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മിസ് അടുത്തത് എന്റെ മെയിൻ ആയിട്ടാണ്, എന്റെ സ്റ്റാർ ആയിട്ടാണ് നമ്മുടെ ഫ്രേസൽ വേർബ്സ് കേട്ടോ. ഫ്രേസൽ വേർബ്സിനകത്ത് മക്കളെ 5 മാർക്കാണ് നീ കിട്ടാൻ വേണ്ടി പോകുന്ന 5 മാർക്കാണ് കേട്ടോ. അത് ഈസിയാണ്. യെസ്, നിസാരമല്ല. കാരണം കുറച്ച് ഫ്രേസൽ വേർബ്സ് പഠിച്ചു വെക്കുക, അതിന്റെ മീനിങ് പഠിച്ചു വെക്കുക, അതിനെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പറയുന്ന 5 മാർക്ക്. ഇതിനോടുള്ള ഗുണം എന്താ വെച്ചാൽ ഇവിടെ ഒതുങ്ങുന്നതല്ല. 10th ലും +1 ലും +2 ലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഈ ഫ്രേസൽ വേർബ്സ് പറഞ്ഞ സംഗതി കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി സാധനമാണെന്ന് തോന്നുന്നു. രണ്ട് വേർഡ്സിനെ കൂട്ടിച്ചേർത്ത് ലിങ്കേഴ്സ് വെച്ച് 2 വേർഡ്സിനെ കൂട്ടിച്ചേർത്തിട്ടാണ്. അതായത് ട്രീ ലൈൻഡ്, ഡബിൾ സ്റ്റോറീഡ്, സോഫ്റ്റ് സ്പോക്കൺ ഇങ്ങനെയുള്ള 2 വേർഡ്സിനെ മിക്സ് ചെയ്ത് പറയുന്ന ഒരു ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിചയമുള്ളത് തന്നെ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സാധനം തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നന്നായി, എനിക്ക് ഒന്നാമത്തെ കാര്യം മക്കളെ, ഇംഗ്ലീഷ് എക്സാമിനുണ്ടല്ലോ എല്ലാ ലെസൺസും മിനിമം 1 പ്രാവശ്യങ്ങൾ വായിച്ചു പോവുക. കാരണം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രപ്പോസിഷനിൽ നിന്നാണ്. പ്രപ്പോസിഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 മാർക്ക് വെച്ച് 4 ഇററുകൾ അല്ലെങ്കിൽ 4 എണ്ണം ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. 2 മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പ്രപ്പോസിഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയുന്നതല്ലേ, ഈ ഫോർ, ഫ്രം, ഓഫ്, ഇൻ, അറ്റ് അങ്ങനെയുള്ള തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രപ്പോസിഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അത് അത്യാവശ്യം 5 മാർക്കിന് നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയലോഗ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡയലോഗ് കംപ്ലീഷനിൽ 1 അല്ല 2 അല്ല 3 അല്ല ഒരു 4-5 ഗ്രാമർ ടോപ്പിക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 5 മാർക്ക് കിട്ടുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് മിസ്സേ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ട് മിസ്സേ നമുക്ക് ഇവിടെ ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്, ഇഫ് ക്ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വുഡ് യു മൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു സാധനം ഉണ്ട്. നമ്മൾ സജഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാഡ് ബെറ്റർ പോലെ തന്നെ അഡ്വൈസ് കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ അത് മൈൻഡ് ആക്കോ എന്നുള്ള രീതിയിൽ, നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ലെങ്കിൽ എന്നുള്ള ഒരു അർത്ഥത്തിൽ റിക്വസ്റ്റ് പോലെ കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു സാധനമാണ് ഹാഡ് ബെറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ മനസ്സിലായത്? താഴെ കണ്ടില്ലേ ഒരു നോ എന്ന് പറയുന്നുണ്ടില്ലേ, അങ്ങനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളത് തിരിച്ചറിയുന്നത്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ നാളത്തെ ലൈവുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് കണ്ടാൽ ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. ഇവിടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ സെന്റൻസ് വേറൊരു സ്ട്രക്ചറിലേക്ക് തിരിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. അതായത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൈ ഫാദർ ടുക്ക് മീ ഇൻ ടു സ്കൂൾ എന്ന് പറയുന്നിടത്തില്ലേ, ഫാദർ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ മൈ ഫാദർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനെ ഒരു ഐ എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാനാണ്. ഇത് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിൽ നിന്നുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2 മാർക്കിനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവർ ആയിട്ട് ഗ്രാമർ പോർഷൻസിൽ നിന്ന് ചോദിച്ചിരിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം ഡയലോഗ് കംപ്ലീഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ടാഗ്, WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ഹാഡ് ബെറ്റർ, വുഡ് യു മൈൻഡ്,
ഇഫ് ക്ലോസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ പ്രപ്പോസിഷൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മുടെ ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ വേർഡ്സ് പെയർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും. പിന്നെ ഒരു എഡിറ്റിംഗ് ഉണ്ടാവും. റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. സോ ഇന്ന് നമ്മൾ പാറ്റേൺ പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ താഴെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓണം എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് ഇത് മാത്രമല്ല പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ലൈവുകളിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. I'll see you there. മിസ്സും അവിടെ ഉണ്ടായിരിക്കും. I'll see you. Bye bye.